السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിന്റെ മൂന്നാമത്തെ സെഷനിലെ 19ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ ബുറൂജിലെ 17 മുതൽ 22 വരെയുള്ള അവസാന ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ആദ്യമായി നമുക്കതിന്റെ ഖിറാഅത്ത് ഒന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم. هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. ഇനി നമുക്കതിലെ 17-18 വചനങ്ങളുടെ അർത്ഥം നോക്കാം. ഹൽ അതാക ഹദീസുൽ ജുനൂദ്, ആ സൈന്യങ്ങളുടെ വർത്തമാനം താങ്കൾക്ക് വന്നെത്തിയിരിക്കുന്നുവോ? പ്രവാചകനോടായിക്കൊണ്ടാണ് അഭിസംബോധനയുള്ളത്. അൽ അതാക എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വന്നെത്തിയിട്ടുണ്ടോ. ഹദീസ് വർത്തമാനം, അൽ ജുനൂദ് സൈന്യങ്ങളുടെ, ഹദീസുൽ ജുനൂദ് എന്ന് പറഞ്ഞാൽ ആ സൈന്യങ്ങളുടെ വർത്തമാനം, അവരുടെ വൃത്താന്തം താങ്കൾക്ക് വന്നെത്തിയിട്ടുണ്ടോ എന്നാണ്. 18ാമത്തെ വചനം ഫിർഔന വ സമൂദ്. ഫിർഔൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റാഇന് സുക്കൂന് വരികയും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റാവുകയും ചെയ്താൽ റാഇനെ ര എന്ന സ്വരത്തിൽ തർക്കീക്ക് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഫിർഔൻ എന്ന് ഓതരുത്, ഫിർഔൻ എന്നാണ് ഓതേണ്ടത്. അതിന്റെ അർത്ഥം, അതായത് ഫിർഔനിന്റെയും സമൂദിന്റെയും സൈന്യങ്ങൾ, ആ സൈന്യങ്ങളുടെയാണ് അവിടെ കഴിഞ്ഞ വചനത്തിൽ ഉദ്ദേശിച്ചത്. വിശദീകരണത്തിലേക്ക് കടക്കാം. തഫ്സീർ തബ്രിയിൽ നിന്നും വായിക്കാം. അദ്ദേഹം പറയുകയാണ്, അൽ അതാക ഹദീസുൽ ജുനൂദ് എന്ന് പറഞ്ഞാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോടായിക്കൊണ്ടാണ് അഭിസംബോധന നടത്തുന്നത്. ചോദിക്കുന്നത്, ഹൽ ജാഅക യാ മുഹമ്മദ് ഹദീസുൽ ജുനൂദ് അല്ലദീന തജന്നദു അലല്ലാഹി വറസൂലിഹി ബിഅദാഹും വമക്റൂഹി. അഥവാ തന്റെ മോട്ടും ധിക്കാരവുമെല്ലാം കാരണത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അതിക്രമം കാണിച്ച, അല്ലെങ്കിൽ അല്ലാഹുവിനോട് സൈന്യം പുറപ്പെടുവിപ്പിച്ച ജനവിഭാഗത്തെ കുറിച്ച് താങ്കൾക്ക് അറിയാമോ എന്നാണ്. ശരിക്കും അവിടെ അറിയാമോ എന്ന് ചോദിക്കുന്നത് അത് താങ്കൾക്ക് ആ സംഭവം വന്നു കിട്ടിയിട്ടുണ്ട്, അവരെ കുറിച്ച് താങ്കൾക്ക് അറിയാം എന്നാണ്. അല്ലെങ്കിൽ പ്രവാചകരെ അതിനെക്കുറിച്ച് താങ്കൾക്ക് അറിയാം, അതിനെക്കുറിച്ച് താങ്കൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ്. അഥവാ കഴിഞ്ഞ വചനങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ഈ അധ്യായത്തിന്റെ ആരംഭഘട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അധ്യായം അവതീർണമാകുന്നത് മഹാന്മാരായ സഹാബ കിറാം ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്ന് ആവലാതി പറയുന്നുണ്ട്. പ്രവാചകരെ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്നിങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അധ്യായം അവതീർണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം ഈ അധ്യായത്തിൽ പരാമർശിച്ചു. അതിനുശേഷമാണ് ഇവിടെ ഫിർഔനെ കുറിച്ചും അതേപോലെ തന്നെ സമൂദ് ഗോത്രത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അന്നുണ്ടായിരുന്ന വിശ്വാസികൾ പ്രയാസങ്ങൾ ധാരാളം അവർ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായും വിശ്വാസികളാണ് എങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക എന്ന നിർദ്ദേശമാണ് ഇതിലൂടെ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകർന്നു നൽകുന്നത്. ശേഷം ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, ഫസ്ബിർ ലിഅദാ ഖൗമിക ഇയ്യാക ലിമാ നാലൂക ബിഹി മിൻ മക്റൂഹിൻ കമാ സബറ അല്ലദീന തജന്നദ ഹൗലാഇൽ ജുനൂദ് അലൈഹിം മിൻ റുസുലി. അഥവാ ധിക്കാരം കാണിച്ച ഈ ജനവിഭാഗങ്ങളെല്ലാം എന്റെ പ്രവാചകന്മാരോടും എന്നിൽ വിശ്വസിച്ച വിശ്വാസികളോടുമെല്ലാം ചെയ്ത അതിക്രമങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ അവർ സഹിച്ചതുപോലെ നിങ്ങളും സഹിക്കേണ്ടിയിരിക്കുന്നു. അവർ പ്രയാസപ്പെട്ട ആ സന്ദർഭത്തിൽ അവർ ക്ഷമ അവലംബിച്ച പ്രകാരം നിങ്ങളും ക്ഷമ അവലംബിച്ചു കൊള്ളുക എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, വലാ യുസ്നീക അൻ തബ്ലീഗിഹിം റിസാലതി, എന്റെ റിസാലത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും താങ്കൾക്ക് എന്ത് കിട്ടില്ല? പ്രമോദനങ്ങൾ അവിടെ നിന്ന് കിട്ടൂല, അല്ലെങ്കിൽ ആശീർവാദങ്ങളും അവരിൽ നിന്നും ലഭിക്കുകയില്ല. കമാലം യുസ്നില്ലദീന ഉർസിലു ഇലാ ഹൗല,
ഈ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിർഔന്റെ അടുത്തേക്ക് മൂസാ നബി പോയപ്പോഴും സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിശ്ചയിക്കപ്പെട്ടപ്പോഴും അതേപോലെ തന്നെ അതിന്റെ മുമ്പ് പറഞ്ഞ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം, അവിടെയും ദഅവത്തുമായി പോയ ആരാണെങ്കിലും അവർക്കാർക്കും തന്നെ യാതൊരു രീതിയിലുള്ള നല്ല വാക്കുകൾ കൊണ്ടുള്ള ആശീർവാദനങ്ങളൊന്നും അവർക്ക് ലഭിക്കുകയില്ല. അത് ചരിത്രത്തിൽ നിന്നും നിങ്ങൾ പഠിച്ച കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ അതിലൂടെ ആ വിശ്വാസികളായുള്ള സ്വഹാബികളായുള്ള ആളുകൾ ഉണർത്തുകയാണ് അതിലൂടെ ചെയ്യുന്നത്. കേവലം ഇത് സ്വഹാബികൾക്ക് മാത്രമുള്ള ഉത്ബോധനമല്ല, മറിച്ച് ലോകത്ത് കടന്നു വരുന്ന ഏത് വിശ്വാസികളായാലും ശരി, അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരും. ശരിയായ ദീനിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ തീർച്ചയായും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, മറ്റുള്ള ആളുകളിൽ നിന്നും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ തീർച്ചയായും ഇതൊക്കെ ഏൽക്കേണ്ടി വരും. അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം ക്ഷമ അവലംബിക്കുക എന്നത് തന്നെയാണ് എന്ന നിർദ്ദേശമാണ് ലോക മുസ്ലിങ്ങൾക്കെല്ലാം വിശുദ്ധ ഖുർആൻ ഈ ഒരു സന്ദർഭത്തിൽ നമ്മെ ഉണർത്തുന്നത് എന്നാണ്. ശേഷം 18-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗം ആളുകൾ ആരാണ് എന്ന് പ്രത്യക്ഷപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ വ്യക്തമായി പറയുകയാണ്. ഫിർഔനും സമൂദ് ഗോത്രവുമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചാണ് അള്ളാഹു അവിടെ പ്രത്യേകം ഉണർത്തി പറഞ്ഞിട്ടുള്ളത്. അവിടെ ഫിർഔന്റെ ഗോത്രത്തെ കുറിച്ച് പറയാതെ ഫിർഔനെ മാത്രം പറഞ്ഞത് അന്നത്തെ കാലത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എതിരിട്ടത് ഫിർഔനായിരുന്നു. അതുകൊണ്ടാണ് ഫിർഔനെ മാത്രം പറഞ്ഞ് ആ സൈന്യത്തെ മൊത്തം അവിടെ ഉദ്ദേശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ മൊത്തത്തിലുള്ളൊരു സംസാര ശൈലി കൂടിയാണ്. ഒരു ജനവിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ അതിൽ പ്രധാനിയായ ഒരാളുണ്ട് എങ്കിൽ, അറിയപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ആ ആളിലൂടെ ആ ജനവിഭാഗത്തെ അറിയുക എന്നുള്ളത് മൊത്തത്തിലുള്ളൊരു ശൈലി കൂടിയാണ്. എന്നാൽ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ ആ ഗോത്രത്തിന്റെ പേരാണ് പറഞ്ഞത്, അതിലുള്ള പ്രധാനിയായിട്ടുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം സമൂദ് ഗോത്രത്തിൽ അറിയപ്പെട്ട ഒരാള് അങ്ങനെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം. അല്ലാഹു അഅലം. ഇനി നമുക്ക് അദ്വാഉൽ ബയാനിലേക്ക് കടക്കാം. ഇമാം ഷൻഖീത്തി റഹ്മത്തുള്ളാഹി പറയുന്നു, ബഅദ അർളി ഖിസ്സത്തി അസ്ഹാബുൽ ഉഖ്ദൂദ്. ഇവിടെ അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ കിടങ്ങിന്റെ ആളുകളുടെ ചരിത്രം പറഞ്ഞ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഫിർഔനെ കുറിച്ചും സമൂദിനെ കുറിച്ചും പറഞ്ഞത്. ഇതിങ്ങനെ പറയുവാൻ പരസ്പരം ആ സംഭവങ്ങൾക്കിടയിൽ ചില ബന്ധങ്ങളുണ്ട് എന്നതാണ് അതിന്റെ കാരണം. അത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നാം നേരത്തെ പറഞ്ഞതുപോലെ തസ്ലിയത്തൻ ലിൽ മുഅ്മിനീന വ തസ്ബീതൻ ലഹും, വിശ്വാസികളായുള്ള ആളുകളുടെ മനസ്സിൽ അവർക്കൊരു സ്ഥൈര്യം കിട്ടുവാനാണ്, അവരുടെ വിശ്വാസത്തിൽ അവർ ഊന്നൽ നൽകുവാനും വേണ്ടിയാണ്. വസജ്റൻ ലിൽ മുശ്രിക്കീന വറദഅൻ ലഹും, മുശ്രിക്കീങ്ങളിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഏൽക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങൾ, ആ ആക്ഷേപങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തങ്ങളുടെ വിശ്വാസം ഇല്ലായ്മ ചെയ്യാതിരിക്കുവാനും കൂടി വേണ്ടിയാണ്. ഇനി അത് ആ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ, ഫിർഔന്റെ സംഭവം എടുത്തു നോക്കുകയാണെങ്കിൽ ഫിർഔൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശക്തമായ രീതിയിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തുഹിയാൻ ചെയ്തു, അഥവാ അതിക്രമം കാണിച്ചു. അതേപോലെ തന്നെ റുബൂബിയത്ത് വാദിച്ചു, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞു. അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ പറയപ്പെടുന്ന ഭരണാധികാരി, രാജാവ്, അയാളും ഈ പറഞ്ഞതുപോലെ വിശ്വാസികളുടെ മേൽ ധാരാളം അതിക്രമം കാണിച്ചിട്ടുണ്ട്, അള്ളാഹുവിനോടും ധിക്കാരം കാണിച്ചിട്ടുണ്ട്, റുബൂബിയത്ത് വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനാണ് റബ്ബി എന്ന് ആ രാജാവും വാദിച്ചിട്ടുണ്ട് എന്നതാണ്. രണ്ടാമത്തെ കാര്യം, വലിതഅദീബിഹി ബിബനി ഇസ്രായീൽ ബിതഖ്തീലിൽ ഔലാദ് അഥവാ അന്നുണ്ടായിരുന്ന സാധാരണക്കാരായുള്ള ആളുകൾ, പൗരന്മാരായുള്ള നാട്ടിലെ പ്രദേശവാസികളായുള്ള ആളുകൾ, അവരോടെല്ലാം മോശമായ രീതിയിൽ പെരുമാറുകയും അവരെ കൊണ്ട് ധാരാളം പ്രയാസം നിറഞ്ഞ ജോലികൾ എടുപ്പിക്കുകയൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ്. രണ്ട് രാജാക്കന്മാരെ സംബന്ധിച്ചും, ഫിർഔനാണെങ്കിലും അതേപോലെ തന്നെ അസ്ഹാബുൽ ഉഖ്ദൂദിലെ ആ രാജാവിനെ സംബന്ധിച്ചാണെങ്കിലും രണ്ടും ഈ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ വലിതഖദീമിൽ ആയാത്ത് വൽ ബറാഹിൻ അലാ സിദ്ഖി ദാഇയ, അഥവാ ആ ഒരു രണ്ട് സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഭൂതപൂർവമായുള്ള ചില അത്ഭുത ദൃഷ്ടാന്തങ്ങൾ രണ്ടു പേരുടെ മുന്നിലും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് അലാ സിദ്ഖി ദാഇയ, ആ പ്രബോധകരുടെ സത്യസന്ധത വെളിവാക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ മുഖേന ചില ദൃഷ്ടാന്തങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ട് എന്നതാണ്.
ഫിർഔന്റെ ചരിത്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ മുന്നിൽ അത്ഭുതങ്ങൾ പ്രകടമാക്കി. അതേപോലെ തന്നെ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രമാണെങ്കിൽ അവിടെയുള്ള രാജാവിന്റെ അരികിൽ ആ കുട്ടിയോ അല്ലെങ്കിൽ അതുപോലുള്ള സമാനമായുള്ള മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ആ പ്രബോധകരായി എത്തുന്ന ആളുകൾ അവർക്ക് മുന്നിൽ, ആ രാജാവിന് മുന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിൽ അത്ഭുതങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ട് എന്നതാണ്. വകദാലിക ആമന അസ്സഹറതു ലമ്മാ റഅൗ ആയത മൂസ. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അത്ഭുതങ്ങൾ പ്രകടമാക്കപ്പെട്ടപ്പോൾ അതിനുശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കരങ്ങളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കിയ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കണ്ട് സാഹിര്യങ്ങളായി വന്ന, അന്ന് മരണക്കാരായി ഫിർഔൻ കൊണ്ടുവന്ന ആളുകളെല്ലാം വിശ്വാസികളായി മാറുകയുണ്ടായി. അതേ രീതിയിൽ തന്നെ ഈ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അവിടെ ആ കുട്ടിയുടെ കരങ്ങളാൽ പ്രത്യക്ഷപ്പെട്ട അത്ഭുത ദൃഷ്ടാന്തങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ആ കുട്ടിയുടെ റബ്ബിൽ വിശ്വസിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രകാരം 4 കാര്യങ്ങളോളം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 2 സംഭവങ്ങളും പരസ്പരം ബന്ധമുണ്ട് എന്നതാണ്. അതേ രീതിയിൽ തന്നെ സമൂദിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും അതും ഈ 2 സംഭവങ്ങളുമായി ബന്ധമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫജ്റിൽ സമൂദിന്റെ ചരിത്രം വിശദമായി വരുന്നുണ്ട്. അവിടെ നിന്ന് നമുക്കത് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് 19ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ബലില്ലദീന കഫറൂ ഫീ തക്ദീബ്. എന്നാൽ കാഫിരീങ്ങളായുള്ള ആളുകൾ, നിഷേധിച്ചവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് വ്യാജമാക്കൽ തന്നെയാണ്. അവിശ്വാസികളായുള്ള ആളുകൾ അവർ വ്യാജമാക്കലിൽ തന്നെയാണുള്ളത്. വാക്കർത്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ ബൽ എന്ന് പറഞ്ഞാൽ എന്നാലും അല്ലെങ്കിൽ എങ്കിലും സംസാരത്തിന്റെ ഇടയിൽ വരുന്നൊരു ആശയമാണ് അതിന് ലഭിക്കുക. അല്ലദീന കഫറു അവിശ്വാസികളായുള്ള ആളുകൾ ഫീ തക്ദീബ് അവർ വ്യാജമാക്കലിലാകുന്നു. 20ാമത്തെ വചനം നോക്കുകയാണെങ്കിൽ വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ അവരുടെ പിൻവശത്തിലൂടെ അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നവനുമാണ്. വല്ലാഹു അല്ലാഹു ആകട്ടെ മിൻ വറാഇഹിം അവരുടെ പിൻവശത്തുകൂടെ മുഹീത്തുൻ അവരെ വലയം ചെയ്യുന്നവനാകുന്നു. വിശദീകരണത്തിലേക്ക് കടക്കാം. ഇബ്നു കസീർ റഹ്മഹുല്ലാ നൽകിയ വിശദീകരണം ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അവിടെ ആദ്യ വചനത്തിൽ പറഞ്ഞത് ബലില്ലദീന കഫറൂ ഫീ തക്ദീബ് എന്ന് പറഞ്ഞാൽ, അഥവാ അവിശ്വാസികളായുള്ള ആളുകൾ അവർ കളവാക്കലിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഹും ഫീ ശക്കിൻ വറൈബിൻ വകുഫ്രിൻ വഇനാദിൻ, അഥവാ അവർ സംശയത്തിലാണ്, അവർക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയം അവരുടെ മനസ്സിലുണ്ട്. അതേപോലെ തന്നെ വകുഫ്രിൻ അവർ സത്യനിഷേധത്തിലുമാണ്, വഇനാദിൻ ധിക്കാരത്തിലുമാണ്. അപ്പൊ ഈ 4 വിശേഷണങ്ങളും അവരുടെ സ്വഭാവത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഫീ തക്ദീബ് എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ശേഷമുള്ള 20ാമത്തെ വചനം എന്ന് പറഞ്ഞാൽ വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വലയം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ, അവരുടെ പിന്നിലൂടെ അവരെ വലയം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വഖാദിറുൻ അലൈഹിം അല്ലാഹു അവരുടെ മേൽ കഴിവുള്ളവനാണ്. ഖാഹിറുൻ ലാ യഫൂതുനഹു വലാ യഅ്ജിസൂനഹു അവരെ പിടിച്ച് ശിക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്, ഒരിക്കലും തന്നെ അശക്തനല്ല. അവരുടെ മേൽ മേലാധികാരം ഉള്ളവനുമാണ്. ഇനി ആധുനിക പണ്ഡിതനായ ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളയുടെ വിശദീകരണത്തിലേക്ക് വരാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 19ാമത്തെ വചനത്തിൽ പറഞ്ഞ അല്ലദീന കഫറൂ ഫീ തക്ദീബ് എന്ന് പറഞ്ഞു. അതിൽ അല്ലദീന കഫറൂ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് യശ്മുലു കുല്ല മൻ കഫറ ബില്ലാഹി വ റസൂലിഹി സവാഉൻ കാന മിനൽ മുശ്രിക്കീന വ മിനൽ യഹൂദി വൻ നസാറ ഔ ഗൈറുഹും. അഥവാ ഇതിൽ സത്യനിഷേധികളായുള്ള എല്ലാവരും ആ ഒരു പ്രയോഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ്. അത് മുശ്രിക്കീങ്ങളായുള്ള ആളായാലും ശരി, അതേപോലെ തന്നെ യഹൂദികളോ നസ്രാനികളോ മറ്റുള്ള ഏത് മതസ്ഥരായാലും ശരി, അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകനിലും അവിശ്വസിക്കുന്ന ഏതൊരാളായാലും ഈ ഒരു പ്രയോഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ്. ഉദാലിക്കലി അന്നൽ യഹൂദ് വൻ നസാറ. എന്നാൽ യഹൂദികളും നസ്രാനികളുമായുള്ള ആളുകൾ അവർ അള്ളാഹുവിന്റെ പ്രവാചകരിൽ വിശ്വസിക്കുന്നവരല്ലേ, മൂസാ നബിയിലോ ഈസാ നബിയിലോ അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയാവുകയില്ല. മറിച്ച് അവർ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് അതിന്റെ തക്കതായ കാരണം. കാരണം എന്താണെന്ന് വെച്ചാൽ യഹൂദികളോ നസ്രാനികളോ ആയുള്ള അവരുടെ ആശയങ്ങളും അവരുടെ വേദഗ്രന്ഥങ്ങളുമെല്ലാം തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ടതിന് ശേഷം അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. കാരണം പിന്നീട് സ്വീകരിക്കപ്പെടുന്നത് അത് വിശുദ്ധ ഖുർആനും പ്രവാചകനായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മാത്രമാകുന്നു എന്നുള്ളതാണ്. കാരണം ലിഅന്നഹു ഖാതമുൽ അംബിയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവസാന പ്രവാചകൻ. ഫമൻ ലം യുഅ്മിൻ ബിഹി ഫലൈസ അലാ ശൈഇൻ മിൻ ദീനിഹി. ആ പ്രവാചകരിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അവരുടെ മതത്തിൽ ഒന്നും തന്നെ ശരിയായതായി അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നതാണ്.
മാത്രമല്ല അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച് ഏതൊരു പ്രവാചകനെ കളവാക്കിയാലും അത് കുഫ്റാകുവാൻ കാരണമാകും. അത് ഏത് പ്രവാചകനായാലും ശരി. ഇപ്പൊ മുഹമ്മദ് നബിയെ സ്വീകരിച്ചിട്ടില്ല, ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരെയും സ്വീകരിച്ചു. അല്ലെങ്കിൽ നൂഹ് നബിയെ സ്വീകരിച്ചിട്ടില്ല, ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരെയും സ്വീകരിച്ചു. അപ്പോഴും അത് കുഫ്റാകുവാൻ കാരണമാകും. ഈസാ നബിയെയോ മൂസാ നബിയെയോ അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ഏതൊരു പ്രവാചകനായാലും ശരി, ആ ഏതൊരു പ്രവാചകനെ സ്വീകരിക്കാതിരുന്നോ മറ്റുള്ള എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചതിന് തുല്യമാണ് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ കാരണം വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു തെളിവും അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. നോക്കാം. അദ്ദേഹം പറയുകയാണ്, മസലൻ മൻ ലം യുഅ്മിൻ ബിനൂഹിൻ അന്നഹു റസൂൽ, അഥവാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനായിക്കൊണ്ട് ആരെങ്കിലും വിശ്വസിക്കാതിരുന്നാൽ, അംഗീകരിക്കാതിരുന്നാൽ, വലൗ ആമന ബിഗൈരിഹി മിനൽ അംബിയ, മറ്റുള്ള എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എങ്കിൽ ഫഇന്നഹു മുകദ്ദിബുൻ ലിജമീഇൽ അംബിയ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ പ്രവാചകന്മാരെയും കളവാക്കിയതിന് തുല്യമാണ്. അല്ലെങ്കിൽ എല്ലാ പ്രവാചകനെയും കളവാക്കിയവനാണവൻ. അത് അപ്രകാരം ഇങ്ങനെ ശക്തമായ രീതിയിൽ പറയാനുള്ള കാരണം, അതിന്റെ തെളിവ് അദ്ദേഹം പറയുന്നുണ്ട്. സൂറത്ത് ശുഅറയിലെ 105-ാമത്തെ വചനമാണ്. കദ്ദബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായം മുർസലീങ്ങളെ മുഴുവൻ കളവാക്കിയിരിക്കുന്നു എന്നാണ്. എല്ലാ പ്രവാചകന്മാരെയും കളവാക്കിയിരിക്കുന്നു. എങ്ങനെ സംഭവിക്കും അത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് മറ്റൊരു പ്രവാചകനും നിയോഗിക്കപ്പെട്ടിട്ടില്ല റസൂലായിക്കൊണ്ട് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നത് നൂഹ് നബിയാണ്. പിന്നെ നൂഹ് നബിയുടെ സമുദായം എങ്ങനെ ബാക്കിയുള്ള പ്രവാചകന്മാരെ കളവാക്കും? എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ സമുദായം എല്ലാ പ്രവാചകന്മാരെയും കളവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം നൂഹ് നബിയെ കളവാക്കിയതോടുകൂടി എല്ലാ പ്രവാചകന്മാരെയും കളവാക്കി എന്നാണ് അതിന്റെ ആശയം. അപ്പൊ ഏതൊരു പ്രവാചകനെ അവിശ്വസിച്ചു കഴിഞ്ഞോ, ഏതൊരു പ്രവാചകന്റെ ആശയങ്ങളെ നിഷേധിച്ചു കഴിഞ്ഞോ, അതോടുകൂടി എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചവനായി അവൻ മാറുന്നു എന്നതാണ്. അപ്പൊ അതേ രീതിയിൽ നോക്കുകയാണെങ്കിൽ, കദാലിക്കല്ലദീ കദ്ദബ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹുവ മുകദ്ദിബുൻ ലിഗൈരിഹി മിനർ റുസുൽ, ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരെയും കളവാക്കിയവനായി അവൻ മാറുകയാണ്. ഇനി ഫഇൻ ഇദ്ദഅത്തിൽ യഹൂദു അന്നഹും അലാ ദീനിൻ വഅന്നഹും യത്തബിഊന തൗറാത്ത്, ഇനി അവർ വാദിക്കുകയാണ് ഞങ്ങൾ ഒരു ദീനിലാണ് ഉള്ളത്, അല്ലെങ്കിൽ മൂസാ നബിയുടെയോ ഈസാ നബിയുടെയോ ദീനിലാണ് ഞങ്ങൾ ഉള്ളത്, അവർ കൊണ്ടുവന്ന ഇഞ്ചീലോ തൗറാത്തോ ഒക്കെ ഞങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട് എന്നങ്ങനെ വാദിക്കുകയാണെങ്കിൽ പോലും അവർ യഥാർത്ഥത്തിൽ ശരിയായ വിശ്വാസം കൈവരിച്ചവരല്ല എന്നുള്ളതാണ്. കാരണം അവർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ വിശുദ്ധ ഖുർആനിനെയോ അവർ അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിന്റെ കാരണം എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ, ഫൽഹാസിൽ അന്ന ഖൗലഹു തആല ബലില്ലദീന കഫറൂ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ബലില്ലദീന കഫറൂ എന്ന കാര്യം അത് യശ്മുലു കുല്ല മൻ കഫറ ബി മുഹമ്മദിൻ ഹത്താ മിനൽ യഹൂദി വൻ നസാറ, യഹൂദികളായാലോ നസ്രാനികളായാലോ മറ്റുള്ള ഏത് മതസ്ഥരോ ആയാലും ശരി, അള്ളാഹുവിലും അവന്റെ പ്രവാചകനായ ഏതെങ്കിലും ഒരു പ്രവാചകരിലും വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അവിടെ അവൻ ഈ ഒരു ഗണത്തിൽ പെട്ടുപോകുന്നതാണ് എന്നതാണ്. അഥവാ അവൻ കാഫിർ എന്ന വിശേഷണത്തിന് അർഹനായി തീർന്നു എന്നുള്ളതാണ്. വലിഹാദാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലാ യസ്മഉ ബി മിൻ ഹാദിഹിൽ ഉമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം, എന്റെ പേര് കേൾക്കുന്ന ഏതൊരു വ്യക്തിയായാലും ശരി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരായാലും ശരി, യഹൂദിയൻ വലാ നസ്രാനി, യഹൂദിയായാലോ നസ്രാനിയായാലോ ആരായാലും ശരി, സുമ്മ ലാ യുഅ്മിനു ബിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളിൽ അവൻ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകാവകാശിയായി മാറുന്നതാണ്, അവൻ കുഫ്ർ ചെയ്തവനായി മാറുന്നവനാണ് എന്നാണ് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ അത്തരത്തിൽ ഏതൊരു കാര്യം നിഷേധിച്ചുകൊണ്ട് കുഫറിൽ എത്തപ്പെട്ട ഏതൊരു വ്യക്തിയായാലും ശരി, അവരുടെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫീ തക്ദീബിൻ, അവർ തക്ദീബിലാണുള്ളത്, കളവാക്കലിലാണ് ഉള്ളത് എന്നതാണ്. അപ്പൊ കുഫ്ർ കാണിക്കുന്ന ഏതൊരാളുടെയും ഏറ്റവും വലിയ വിശേഷണം എന്ന് പറഞ്ഞാൽ അവർ കളവാക്കുന്നുണ്ട് എന്നതാണ്. വൽഇയാദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു മിൻ വറാഇഹി മുഹീത്ത്, അഥവാ യഅനി അന്ന അല്ലാഹ തആല മുഹീത്തുൻ ബിഹിം മിൻ കുല്ലി ജാനിബിൻ ലാ യശുദ്ദൂന അൻഹു, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിപൂർണമായും വലയം ചെയ്യുന്നവനാണ്. അവരുടെ ഏത് വശത്ത് കൂടിയാണെങ്കിലും അവർ ചെയ്യുന്ന ഏത് കാര്യമായാലും ശരിയെല്ലാം അള്ളാഹു കൃത്യമായി നിരീക്ഷിക്കുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ്.
അവനിൽ നിന്നും ഒരു കാര്യവും വിട്ടുപോവുകയും ഇല്ല. ലാ അൻ ഇൽമിഹി വലാ സുൽത്താനിഹി വലാ ഇഖാബിഹി, അവന്റെ അറിവിൽ നിന്നായാലും ശരി, അവന്റെ അധികാര പരിധിയിൽ നിന്നാണെങ്കിലും, വലാ ഇഖാബിഹി, അവന്റെ ശിക്ഷയിൽ നിന്നാണെങ്കിലും ഒരാൾക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയുകയില്ല എന്നതാണ്. വലാകിന്നഹു അസ്സ വജൽ ഖദ് യുംലി ലിദ്ദാലിമി ഹത്താ ഇദാ ഖദഹു ലം യുഫ്ലിതുഹു, ഒരു അക്രമിയായ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു തആല പിടികൂടുകയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷയുടെ കാഠിന്യം കാരണത്താൽ അവൻ അവിടെ എരിഞ്ഞു പോവുക തന്നെ ചെയ്യും എന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നമുക്ക് സൂറത്തുൽ ബുറൂജിലെ അവസാന 2 വചനങ്ങളിലേക്ക് പ്രവേശിക്കാം. ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. ബൽ ഹുവ ഖുർആനുൻ മജീദ് എന്ന് പറഞ്ഞാൽ പക്ഷേ അത് മഹത്വമേറിയ ഒരു ഖുർആനാകുന്നു. ബൽ ഹുവ എന്നാൽ അത്, അല്ലെങ്കിൽ പക്ഷേ അത് ഖുർആനുൻ ഒരു ഖുർആനാകുന്നു, മജീദുൻ മഹത്വമേറിയ അല്ലെങ്കിൽ ശ്രേഷ്ഠമാക്കപ്പെട്ട. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു വായനാ ഗ്രന്ഥമാണ് എന്നർത്ഥം. അവസാന വചനം ഫീ ലൗഹിൻ മഹ്ഫൂദ്, സുരക്ഷിതമായ ഒരു ഫലകത്തിലാണ് അതുള്ളത്. ഫീ ലൗഹിൻ ഒരു ഫലകത്തിലാണുള്ളത്, മഹ്ഫൂദ് സുരക്ഷിതമായ. അതിന്റെ വിശദീകരണം ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളയുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് നോക്കാം. ബൽ ഹുവ എന്ന് പറഞ്ഞാൽ ഐ മാ ജാഅ ബിഹി റസൂലു അലൈഹി സ്വലാത്തു വസ്സലാം, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നത് അതെന്താണ്? ഖുർആനുൻ മജീദുൻ, അത് ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാകുന്നു, അല്ലെങ്കിൽ മഹത്വമേറിയ ഖുർആനാകുന്നു. മജീദുൻ എന്ന് പറഞ്ഞാൽ ദു അലമത്തിൻ വ മജ്ദിൻ, ഏറെ മഹത്വമേറിയത്, ഏറെ ശ്രേഷ്ഠമായത് എന്നർത്ഥമാണ് മജീദിനുള്ളത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല മജീദ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ഒരു വിശേഷണമായിക്കൊണ്ടാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ മജീദ് എന്നുള്ളത് ഒരിക്കലും വിശുദ്ധ ഖുർആനിന്റെ മാത്രം ഒരു പ്രയോഗമായിക്കൊണ്ട്, ഒരു വിശേഷണമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ല. മറിച്ച് അതിന്റെ അപ്പുറം അത് വിശുദ്ധ ഖുർആനിന്റെ വിശേഷണമാണ്. എന്നാൽ ആ വിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളുകയും അത് ശരിയാവണ്ണം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നവരുടെ കൂടി വിശേഷണമാണ് മജീദ് എന്നുള്ളത്. അപ്പോൾ ആ മഹത്വവും ആ പ്രതാപവും ആ ഉന്നതിയും വിശുദ്ധ ഖുർആനിന് ലഭിച്ചതുപോലെ അത് ഉൾക്കൊള്ളുകയും അത് ശരിയാവണ്ണം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു അത്തരത്തിലുള്ള ഖുർആനിന്റെ ആളുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷം ഈ അധ്യായത്തിൽ അവസാനമായി കൊണ്ട് അള്ളാഹു പറഞ്ഞ വചനം ഫീ ലൗഹിൻ മഹ്ഫൂദ്, ആ വിശുദ്ധ ഖുർആനിന്റെ സ്ഥാനത്തെ കുറിച്ചാണ്. അത് എവിടെയാണുള്ളത്? അത് സുരക്ഷിതമാക്കപ്പെട്ട ഒരു ഫലകത്തിലാണുള്ളത്. ലൗഹുൽ മഹ്ഫൂദ് അത് ഇൻദല്ലാഹി അസ്സ വജൽ ഹുവ ഉമ്മുൽ കിതാബ്, അത് അല്ലാഹുവിന്റെ അരികിലാണുള്ളത്. അത് ഉമ്മുൽ കിതാബാണ്, ഗ്രന്ഥങ്ങളുടെ മൂലമായിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുടെ മാതാവായിക്കൊണ്ടാണ് അത് പരിഗണിക്കപ്പെടുന്നത്. സൂറത്തുർ റഅദിലെ 39-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്, അവന്റെ അരികിലാണ് ഉമ്മുൽ കിതാബ് ഉള്ളത്, അഥവാ ലൗഹുൽ മഹ്ഫൂദ് ഉള്ളത് അല്ലാഹുവിന്റെ അരികിലാണ് എന്നാണ്. ഇനി മഹ്ഫൂദ് എന്നതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം ലാ യനാലുഹു അഹദ്, ഒരാൾക്കും അത് പ്രാപിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് എത്തി നോക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നതാണ്. മഹ്ഫൂദുൻ അനി തഗ്യീരി വത്തബ്ദീൽ, മാറ്റത്തിരുത്തലുകൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആഡിൻസിനോ ഒന്നും സാധിക്കുകയും ഇല്ല, അതിൽ നിന്നും സംരക്ഷിതമാണ് എന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ എഡിറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കളയുവാനോ ആർക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. തബ്ദീലും തഗ്യീറൊക്കെ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ സാധ്യമായേക്കാം, എന്നാൽ ഈ ഗ്രന്ഥത്തിൽ അതിന് സാധ്യതയില്ല, ആർക്കും അതിന് കഴിയുകയില്ല എന്നുള്ളതാണ്. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിലാണുള്ളത്, അല്ലാഹു അപ്രകാരം അത് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അന്നൽ കിതാബ മിനല്ലാഹി അസ്സ വജൽ അൻവാഉ, ഇനി അല്ലാഹുവിൽ നിന്നുള്ള കിതാബുകൾ, ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുകയാണ് എങ്കിൽ വഅർജു അൻ തൻതബിഹു ലിഹാദാ, നമുക്ക് ഏകദേശം 4 ഇനങ്ങളായിക്കൊണ്ടത് കാണുവാൻ സാധിക്കും. അതിലപ്പുറവും ഉണ്ടായേക്കാം. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള 4 ആയിക്കൊണ്ടാണ് പഠിപ്പിച്ചു തരുന്നത്. നോക്കാം. ഒന്നാമത്തേത് അൽ കിതാബത്തു ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ഈ ആയത്തിൽ പറഞ്ഞ കാര്യം ലൗഹുൽ മഹ്ഫൂദ് തന്നെയാണ്. വഹാദിൽ കിതാബ ലാ തുബദ്ദൽ വലാ തുഗയ്യർ, അത് മാറ്റപ്പെടുകയോ തിരുത്തപ്പെടുകയോ ഒന്നും ചെയ്യുകയില്ല. വലിഹാദാ സമ്മാഹുല്ലാഹു ലൗഹൻ മഹ്ഫൂദ, അതുകൊണ്ടാണ് അല്ലാഹു അതിനെ ലൗഹൻ മഹ്ഫൂദ്, സംരക്ഷിക്കപ്പെട്ട ഫലകം എന്ന് പേരിട്ട് വിളിച്ചത്. ലാ യുംകിനു അൻ യുബദ്ദൽ ഔ യുഗയ്യർ മാ ഫീഹി ലിഅന്നഹു ഹുവ നിഹാഇയ്യു, അതിൽ മാറ്റത്തിരുത്തലുകളോ മറ്റുള്ള ഒന്നും തന്നെ അതിൽ സംഭവിക്കുകയില്ല, അതാണ് ഏറ്റവും അവസാനമായി ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളായിക്കൊണ്ടുള്ളത് എന്നാണ്. അപ്പൊ ഇവിടെ ലോകത്ത് സംഭവിക്കുന്ന ഏതൊരു കാര്യമായാലും ശരി, അത് കൃത്യമായി സംഭവിച്ചു കഴിഞ്ഞ ആ ഒരു ആശയം അവിടെ ആ ഫലകത്തിൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്.
നമ്മുടെയൊക്കെ ജനനമായാലും നമ്മുടെ മരണമാണെങ്കിലും അങ്ങനെ തുടങ്ങിയുള്ള നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏത് കാര്യമായാലും ശരി, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി അവിടെ ആ ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം അസ്സാനി അൽ കിതാബത്തു അലാ ബനി ആദം വഹുവ ഫി ബുതൂനി ഉമ്മഹാതിഹിം, അഥവാ ആദം സന്തതി അവന്റെ ഉമ്മയുടെ വയറ്റിലായിരിക്കുന്ന സന്ദർഭത്തിലുള്ള അവന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തലാണ്. അതെന്താണെന്ന് വെച്ചാൽ അന്നൽ ഇൻസാൻ ഫി ബത്നി ഉമ്മിഹി, ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയുടെ വയറ്റിലാകുന്ന സന്ദർഭത്തിൽ ഇദാ തമ്മലഹു 14 അവന് 4 മാസം തികഞ്ഞു കഴിഞ്ഞാൽ ബഅസല്ലാഹു ഇലൈഹി മലക്കൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കിനെ അങ്ങോട്ട് നിശ്ചയിക്കുന്നതാണ്. അങ്ങനെ ഫയൻഫുഖു ഫീഹി റൂഹ് ബിഇദ്നില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുമതി പ്രകാരം അവനിൽ ആത്മാവിനെ ഓതുകയും ചെയ്യും, റൂഹിനെ ഓതുകയും ചെയ്യും. ലിഅന്നൽ ജസദ ഇബാറത്തുൻ അൻ ഖിദഅത്തിൻ മിൻ ലഹ്മിൻ ഇദാ നുഫിഖത് ഫീഹി റൂഹ് സാറ ഇൻസാൻ, അതുവരെ അതൊരു മാംസപിണ്ഡമായി കൊണ്ടായിരിക്കും ഗർഭാശയത്തിൽ ഉണ്ടായിരിക്കുക. അങ്ങനെ റൂഹിനെ ഓതുന്നതോടുകൂടി അതൊരു മനുഷ്യനായി മാറുന്നതാണ്. പിന്നീട് വയുഅ്മറു ബിഅർബഇ കലിമാത്ത്, 4 കാര്യങ്ങൾ കൊണ്ട് അവൻ നിശ്ചയിക്കപ്പെടും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് അവന്റെ റിസ്ക്, ഉപജീവനം രേഖപ്പെടുത്തപ്പെടുന്നതാണ്. രണ്ടാമത്തേത് വഅജലിഹി, അവന്റെ അവധി രേഖപ്പെടുത്തപ്പെടുന്നതാണ്. വഅമലിഹി, അവന്റെ പ്രവൃത്തിയും രേഖപ്പെടുന്നതാണ്. വശഖീൻ ഔ സഈദൻ, അവൻ നല്ലവനാണോ ചീത്തവനാണോ എന്ന കാര്യവും അവിടെ നിശ്ചയിക്കപ്പെടുന്നതാണ്. ഈ 4 കാര്യങ്ങളും അവിടെ കൽപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കിതാബത്ത്, അള്ളാഹുവിൽ നിന്നുള്ള എഴുത്ത്, മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ അത് കിതാബത്തുൻ ഹൗലിയത്തുൻ കുല്ല സനത്തിൻ, അഥവാ ഓരോ വർഷവും തികയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ വഹിയ കിതാബത്തുൽ ലത്തി തകൂനു ഫീ ലൈലത്തുൽ ഖദർ, ഇത് ലൈലത്തുൽ ഖദറിലാണ് സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല യുഖദ്ദിറു ഫീ ഹാദിഹിൽ ലൈല മാ യകൂനു ഫീ തിൽക സന, ആ ഒരു വർഷത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ രേഖപ്പെടുത്തി വെക്കുന്നതായിരിക്കും എന്നതാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പൊ ആ ഒരു വർഷം നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നതും അത് അള്ളാഹു ഈ ലോകത്തേക്ക് ഇറക്കുന്നതും ആയിരിക്കും എന്നതാണ്. അതിനെ സംബന്ധിച്ചാണ് സൂറത്തു ദുഖാനിലെ 4-ാമത്തെ വചനത്തിൽ പറഞ്ഞത് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ആ ലൈലത്തുൽ ഖദറിലാണ് എല്ലാ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്നത്. ഇനി 4-ാമത്തെ എഴുത്തിനെ സംബന്ധിച്ച് പറയുന്നത് വഹിയ കിതാബത്തുസ് സുഹുഫ് അല്ലതി ഫീ ഐദിൽ മലായിക, മലക്കുകളുടെ കരങ്ങളാൽ രേഖപ്പെടുത്തപ്പെടുന്ന കാര്യങ്ങളാണ്. ഓരോ മനുഷ്യനും നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ ഉണ്ടായിരിക്കും. യുക്തബു അലൽ ഇൻസാൻ മാ യഅമൽ മിൻ ഖൗലിൻ ബിലിസാനിൻ ഔ ഫിഅലിൻ ബിജവാരിഹി ഔ ഇഅ്തിഖാദിൻ ബിഖൽബിഹി, ആ മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെതായുള്ള കഴിവുകളും നൽകിയിട്ടുണ്ടാകും. ആ കഴിവനുസരിച്ച് അവർ മനുഷ്യരുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകളാണെങ്കിലും മനുഷ്യരുടെ കരങ്ങളാൽ അല്ലെങ്കിൽ മനുഷ്യരുടെ അവയവങ്ങളാൽ പ്രവർത്തിക്കപ്പെടുന്ന പ്രവർത്തികളും മനുഷ്യരുടെ ഹൃദയങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്ന വിശ്വാസങ്ങളുമെല്ലാം അവർ രേഖപ്പെടുത്തുന്നതായിരിക്കും എന്നാണ്. അവർ അത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നതാണ് എന്നതാണ്. അതാണ് സൂറത്തുൽ ഇൻഫിതാറിലെ 9 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ നാം പഠിച്ചത്. കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ വ ഇന്ന അലൈക്കും ലഹാഫിദീൻ, അവരുടെ മേൽ ഒരു ഹാഫിൽ അല്ലെങ്കിൽ ഒരു സംരക്ഷകരായ മലക്കുകൾ ഉണ്ടായിരിക്കും. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ അറിയുന്നതാണ് എന്നാണ്. എന്നാൽ ഈ അവസാനം പറഞ്ഞ കിതാബത്ത് അത് തഖ്തലിഫു അനിൽ കിതാബാത്തിൽ അസ്സലാസ അസ്സാബിക, മുമ്പ് പറഞ്ഞ 3 കിതാബുകളിൽ നിന്നും ഇത് വ്യതിരിക്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കിതാബ് എഴുതപ്പെടുന്നത് അത് ഒരു മനുഷ്യൻ അത് പ്രവർത്തിച്ചതിന് ശേഷമാണ് ഈ കിതാബ് എഴുതപ്പെടുന്നത്. അത് പരലോകത്ത് അവന് തെളിവായിക്കൊണ്ട് ലഭിക്കപ്പെടുകയും ചെയ്യും എന്നതാണ്. അപ്പോ ഈ മനുഷ്യൻ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയും ചെയ്യുന്നതാണ്. അത് പ്രവർത്തിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ അവന് തെളിവായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ അത് അള്ളാഹു മലക്കുകൾ മുഖേന എഴുതി വെക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ നല്ലത് ചെയ്യുവാനും ചീത്തത് ചെയ്യുവാനുമുള്ള അവസരങ്ങൾ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നുണ്ട് എന്ന് അതിലൂടെ നാം മനസ്സിലാക്കുക. ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അള്ളാഹ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി കൊടുത്താൽ മതി എന്ന് വിചാരിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്.
മാറി ചിന്തിക്കുവാനും വിശ്വാസം മുറുകെ പിടിക്കുവാനും അതില്ലാതെ ജീവിക്കാനൊക്കെ ഉള്ള അവസരം മനുഷ്യന്മാർക്കുണ്ട്. അതിനനുസരിച്ചുള്ള തൗഫീഖിന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നാം പ്രവർത്തിച്ചു വെച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥശേഖരം അത് പരലോകത്ത് നമ്മുടെ കരങ്ങളിലേക്ക് കൈമാറുന്നതാണ്. സൂറത്തുൽ ഇസ്രായിലെ 13-14 വചനങ്ങളിൽ പറഞ്ഞതുപോലെ വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഉ മൻശൂറ. അങ്ങനെ അത് അവന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നതാണ്. ഇഖ്റ കിതാബക, എന്നിട്ട് അവനോട് പറയും, നീ നിന്റെ കിതാബ് വായിക്കുക. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, നിന്നെ വിചാരണ ചെയ്യാൻ ഇന്നേ ദിവസം ഇത് തന്നെ മതിയായതാണ് എന്ന് അവനോട് പറയുകയും ചെയ്യുന്നതാണ്. അപ്പൊ അത് തെളിവായിക്കൊണ്ട് നമ്മുടെ കരങ്ങളിലേക്ക് ലഭിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സന്ദർഭത്തിൽ ഗ്രന്ഥം ലഭിക്കുമ്പോൾ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അതിനനുസൃതമായ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.